ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി ക്ലബ്ബിൽ ഇതുവരെ കയറാൻ സാധിച്ചിട്ടില്ല. മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി ഇല്ല. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയെ ഒന്ന് മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ഇത് ആവർത്തിച്ച് പറയാറുണ്ട്, മറ്റു ചില നടന്മാരുടെ ഫാൻസുകാരായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പം നമ്മുടെ ഒരു പേജിൽ, അതായത് കഴിഞ്ഞ എനിക്ക് ഇന്നലെയോ മെനഞ്ഞാന്നോ അങ്ങാണ്ട് നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഒരു ഓൺലൈൻ പേജിനകത്ത് ഈ മമ്മൂക്കയുടെ മഹേഷ് നാരായണൻ്റെ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്ന താരങ്ങളുടെ ഒരു ലിസ്റ്റ്, അത് അല്ല വാസ്തവമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ കുറേ ആൾക്കാരുടെ പേര്, അത് നസ്ലിൻ്റെ ഒക്കെ പേര്, നയൻതാര, അതുപോലെ ടൊവിനോ തോമസ്, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേര്, ആസിഫ് അലി, കുഞ്ചാക്കോവൻ, ഫഹദ് ഫാസിൽ, ഇങ്ങനെ ആരുടെയോ കുറേ ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ എടുത്ത് കൊടുത്തിട്ട് മറു സൈഡിൽ മമ്മൂക്കയുടെ ആ പേരും ആ ലിസ്റ്റും കൂടെ കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ട് കുറേ ഐറ്റംസിൻ്റെ, നമ്മൾ ഹോട്ടലുകളിലൊക്കെ ചില ഫുഡും അതിൻ്റെ വിലയും കൂടെ കാണിക്കുന്ന കണക്ക് വെച്ചിട്ട് ഒരു 100 കോടി അടിക്കാനുള്ള ഒരു പാടയെന്ന്, അതായത് ഇതിൻ്റെ ഒരു വിലയും ഈ ഒരു ലിസ്റ്റും, അതായത് ഒട്ടുമിക്ക ആൾക്കാരെല്ലാം ഉണ്ട്, ഇത്രയും ആൾക്കാരെയും കൂടെ വെച്ചുകൊണ്ട് ഒരു 100 കോടിയെങ്കിലും അടിച്ച് ഒരു 100 കോടി ക്ലബ്ബിൽ കയറാൻ വേണ്ടിയിട്ട് മമ്മൂക്ക ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ മമ്മൂക്ക ഒരു മോശമായിട്ടുള്ള രീതിയിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ടാണ്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 100 കോടിയല്ല, നല്ല സിനിമകൾ ഉണ്ടാകുകയാണ് ഇവിടെ ആവശ്യമെന്ന്. എന്നും പറഞ്ഞിട്ട് 100 കോടി വേണ്ടാന്നല്ല, അല്ലെങ്കിൽ 100 കോടി മമ്മൂക്കയ്ക്ക് നമ്മൾ പറഞ്ഞ കണക്ക് മറ്റ് ചില ആൾക്കാരെ പോലെ ഇപ്പോൾ ട്രാക്കിംഗ് കളക്ഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മമ്മൂക്ക ഈസി ആയിട്ട് വിചാരിച്ചെങ്കിൽ ഇവിടുത്തെ മറ്റ് തള്ളുവീരന്മാരായിട്ടുള്ള നടന്മാരെല്ലാം 100 കോടി 200 കോടി ക്ലബ്ബിൽ കയറിയെന്ന് പറഞ്ഞപ്പം മമ്മൂക്കയ്ക്ക് വന്നത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഭീഷ്മോർമ്മം പോലുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചത് 100 കോടി ക്ലബ്ബിൽ ആ സിനിമ എത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ അപ്പോഴും മമ്മൂക്ക പറഞ്ഞു ആ 100 കോടി എന്ന് പറയുന്നത് ബിസിനസ് കളക്ഷനൂടെ ചേർത്തിട്ടാണെന്ന് മമ്മൂക്ക സത്യസന്ധമായിട്ട് പറഞ്ഞു. കാര്യം 100 കോടി ക്ലബ്ബിലത് എത്തിയില്ല. പിന്നീട് അത് ആൾക്കാരെല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് അതങ്ങ് അംഗീകരിച്ചു പോയി. ആ സമയത്ത് ഈ ട്രാക്കിംഗ് കളക്ഷൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് 200 കോടിയും 150 കോടി ക്ലബ്ബിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ പല നടന്മാരുടെയും സിനിമകളുടെ കളക്ഷൻ നമ്മൾ പിന്നീട് കണ്ടു. കുറഞ്ഞ് താഴോട്ട് വരുന്ന 200 കോടി 127 കോടിയും, അല്ലെങ്കിൽ 175 കോടി 124 കോടിയും, അല്ലെങ്കിൽ 130 കോടിയൊക്കെ ആയിട്ട് കുറയുന്ന നമ്മൾ കണ്ട്. ഇതിൽ ഈ 130 150 കോടി തള്ളിക്കയറ്റിയ ചില സിനിമകളുടെ നിർമ്മാതാവ് തന്നെ പറയുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയെക്കാട്ടിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റു ചില സിനിമകളെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഇത്തരത്തിലുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഇന്നത്തെ ഒരു യുവതാരം തന്നെ ഒരു കാലത്ത് കളക്ഷൻ്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തിയിരുന്നെങ്കിലും ഇപ്പം അദ്ദേഹവും പോലും അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് മറ്റൊരു യുവനടനുമായിട്ട് ചേർന്നെടുത്ത ഒരു സിനിമയുടെ കളക്ഷൻ തന്നെ 100 കോടി തള്ളിക്കയറ്റാൻ അദ്ദേഹം ഒരു വെപ്രാള അല്ലെങ്കിൽ ഒരു വ്യഗ്രത കാണിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ പിന്നീട് കളക്ഷനെക്കുറിച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ഏതാണ്ട് 85 കോടിക്കും 90 കോടിക്കും ഇടയ്ക്ക് നിൽക്കുന്ന സിനിമയാണ് ഒരു കാലത്ത് സത്യസന്ധത പുലർത്തിയിരുന്ന അല്ലെങ്കിൽ പുലർത്താൻ ശ്രമിച്ചിരുന്ന ഒരു നടൻ 100 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ തള്ളിക്കാണിച്ച് അല്ലെങ്കിൽ തള്ളിക്കയറ്റി കാണിക്കാൻ ശ്രമിച്ചത്. മറ്റൊരു യുവനടനാവട്ടെ, അതായത് ഫസ്റ്റ് ഡേ ഗ്രോസ് കളക്ഷൻ പോലും ഒരു 1 കോടി പോലും തികച്ച് കളക്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒന്നിലേറെ സിനിമകളുള്ള ഒരു യുവനടൻ ആ ഇടയ്ക്കൊരു പോലീസ് വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമയും കൊണ്ട് വന്നിട്ട്, അതായത് വേൾഡ് വൈഡായിട്ട് 14 കോടി മാത്രം അതിനെ കളക്ട് ചെയ്യുന്ന സമയത്ത് 50 കോടി, ആദ്യം 40 കോടി കാണിച്ചു, പിന്നെ അത് 50 കോടി ക്ലബ്ബിൽ കയറിയതായിട്ടൊക്കെ കാണിച്ചു. അന്നത്തെ കാലത്ത് ചില സോഷ്യൽ മീഡിയ പേജുകളൊക്കെ അത് ഏറ്റെടുത്തിട്ട് ആ സിനിമയെ 50 കോടി ക്ലബ്ബിൽ കയറിയതായിട്ടൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു, അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായപ്പം അവർക്ക് മനസ്സിലായി ആ സമയത്ത് ഇറങ്ങിയ കൂട്ടത്തിൽ ഒരു ഭ്രമയുഗവും ഒരു പ്രേമലവും അങ്ങനെയുള്ള ചില സിനിമകൾ മാത്രമേ ഓടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വലിയ വിജയമായിട്ടുള്ളൂ. മഞ്ഞുമൽ ബോയ്സ് പോലുള്ള കുറേ സിനിമകൾ മാത്രമേ വലിയ വിജയമായിട്ടുള്ളൂ. ഇതൊരു തള്ളായിരുന്നെന്നുള്ളത് പിന്നീട് ആൾക്കാർ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ തള്ളുവീരന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നും വിചാരിച്ചായിരുന്നെങ്കിൽ കിട്ടാത്ത കളക്ഷൻ കിട്ടിയെന്ന് വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. എന്നെങ്കിലും സത്യസന്ധമായിട്ടൊരു 100 കോടി ക്ലബ്ബിൽ കയറുന്ന സമയത്ത് മാത്രം മതി അദ്ദേഹത്തിന് 100 കോടി. ഇപ്പം ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പം ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു 100 കോടി ക്ലബ്ബ് ഇല്ലായിരുന്നു. പക്ഷെ പലരും മഹാനടി എന്ന് പറയുന്ന സിനിമ 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചെങ്കിലും ദുൽഖർ തന്നെ തുറന്നു പറഞ്ഞു അത് 100 കോടി ക്ലബ്ബ് എനിക്കില്ല, അത് ലക്കി ഭാസ്കറിൻ്റെ റിലീസിന് മുമ്പ് തന്നെ. അപ്പോൾ പോലും ഒരു പക്ഷേ ചിലപ്പം ദുൽഖർ കരുതുന്നുണ്ടാവത്തില്ലായിരുന്നു ഇത് ലക്കി ഭാസ്കർ ഒരു 100 കോടി ക്ലബ്ബിൽ കയറുമെന്നും അദ്ദേഹത്തിനൊരു 100 കോടി കിട്ടുമെന്നും ക്ലബ്ബിലെ ഒരു മെമ്പറാണ് അദ്ദേഹവും എന്നുള്ളത് പറയാൻ പറ്റുമെന്ന് അദ്ദേഹം ചിലപ്പോൾ ഓരോ
ഉറപ്പില്ലാതിരുന്ന സമയത്താണ് അദ്ദേഹം പോലും അത് തുറന്നു പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കുറുപ്പെന്ന് പറയുന്ന സിനിമയും ഇപ്പം മമ്മൂക്കയുടെ ഭീഷ്മപർവം പോലെ തന്നെ ബിസിനസ് കളക്ഷനോടെ ചേർത്തിട്ടാണ് 100 കോടിക്ക് മേളിൽ കളക്ട് ചെയ്തതെന്ന് ദുൽഖർ ഈ പറഞ്ഞ കണക്ക് 2019, 2020 ആ ഒരു കാലഘട്ടത്തിൽ ദുൽഖർ സൽമാൻ വളരെ സത്യസന്ധമായിട്ട് തുറന്നു പറഞ്ഞു. വേണമെങ്കിൽ അദ്ദേഹത്തിനും അന്ന് കുറുപ്പ് 100 കോടി ക്ലബ്ബിൽ കയറിയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒരു ട്രാക്കിംഗ് ഒന്നും അത്രയും വലിയ രീതിയിൽ വരാത്ത ഒരു സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും പലരിലേക്കും എത്താത്ത ഒരു കാലമായതുകൊണ്ട് ദുൽഖറിനും വേണമെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാമായിരുന്നു. ഇപ്പം തന്നെ മറ്റുള്ള നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് ദുൽഖറിനെ തന്നെ അറിയാം. അദ്ദേഹത്തിൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ 100 കോടി ക്ലബ്ബിൽ കയറുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോ ദിവസവും, അതായത് ആദ്യത്തെ ദിവസം മുതൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരെയും അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് കിട്ടിയ കളക്ഷൻ ഓരോന്നായിട്ട് അദ്ദേഹം കാണിച്ചു പോയി. വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ മറ്റുള്ളവരെ പോലെ ഇടയ്ക്കൊന്ന് നിർത്തി വെച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ അദ്ദേഹത്തിന് 25 കോടി കിട്ടി, 50 കോടി കിട്ടി, 75 കോടി കിട്ടി, 100 കോടിയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് കളക്ഷൻ പറഞ്ഞു പോയി. മമ്മൂക്കയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൃത്യമായിട്ട് എന്ന് 50 കോടി അല്ലെങ്കിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ 75 കോടി അല്ലെങ്കിൽ 100 കോടി ക്ലബ്ബിൽ കയറുന്നു, അങ്ങനെ കയറിയതിന് ശേഷം മാത്രം മതി അദ്ദേഹത്തിന്. കാര്യം ഇല്ലാത്ത കാര്യം തള്ളിക്കയറ്റിയിട്ടിട്ട് മറ്റുള്ള നടന്മാർ ആൾക്കാരുടെ മുമ്പിൽ ഇന്നൊരു പരിഹാസ്യമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ നടന്മാർ സത്യസന്ധമായിട്ടുള്ളൊരു കളക്ഷൻ നേടിയാൽ പോലും ഇന്ന് ആൾക്കാർ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഇന്ന് ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം തള്ളു കളക്ഷൻ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മമ്മൂക്കയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് 100 കോടി ക്ലബ്ബിൽ കയറിയതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ ആ ഒരു ലെവലിലേക്ക് ഒരു ബിസിനസ് കളക്ഷൻ കൂട്ടാതെ എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സന്തോഷം ഇതാണ്. കാര്യം നാളെ ആരും പറയത്തില്ലല്ലോ മമ്മൂക്ക തള്ളി ഒരു സിനിമ 100 കോടി കയറ്റിയെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ സിനിമയ്ക്കകത്ത് തന്നെ അതിൻ്റെ ഒരു ബഡ്ജറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ ആ കഥ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഒരുപാട് താരങ്ങൾ അതിനകത്ത് വേണ്ടി വരുന്നത്. ഈ പറയുന്ന ലിസ്റ്റിലുള്ള എല്ലാ താരങ്ങളും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നയൻതാരയും മഞ്ജു വാര്യരും ഉൾപ്പെടെയുള്ള നായികമാരും ഈ മമ്മൂക്കയും ലാലേട്ടനെയും, അല്ലെങ്കിൽ ടൊവിനോ തോമസിനെയും, ആസിഫ് അലിയും, കുഞ്ചാക്കോവനെയും, ഫഹദ് ഫാസിലിനെയും, നസ്ലിനെയും പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള ചില നടന്മാർ ഈ സിനിമയുമായിട്ട് സഹകരിക്കുന്നെങ്കിൽ ആ കഥയെ അത് ഡിമാൻഡ് ചെയ്തിട്ട് തന്നെയാണ് അത്രയും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നത്. അല്ലാതെ ഈ സിനിമയ്ക്കകത്ത് ഇത്രയും ആർട്ടിസ്റ്റുകളെ കുത്തി നിറച്ചൊരു മൾട്ടി സ്റ്റാർ സിനിമയായിട്ട് കൊണ്ടുവന്നിട്ട് ഇതൊരു 100 കോടി ക്ലബ്ബിൽ കയറ്റാനുള്ള മമ്മൂക്കയുടെ ഒരു ശ്രമമായിട്ട് ഒരിക്കലും അതിനെ കാണരുത്. അങ്ങനെ കാണുന്ന ചില നടന്മാരുടെ അല്പന്മാരായിട്ടുള്ള ചില ഫാൻസിൻ്റെ കാര്യങ്ങൾ മാത്രമോ. കാര്യം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു സിനിമ, ഒരു വലിയ രീതിയിലുള്ള ഒരു സിനിമ ഒരുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഈ സിനിമ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുമ്പ് മഹേഷ് നാരായണൻ തമിഴിലെടുക്കാൻ നിന്ന് മമ്മൂക്ക ചെയ്തുകൊണ്ടിരുന്ന റോളിൽ അന്ന് കമലഹാസനും ഇന്ന് ലാലേട്ടൻ വരുന്ന ഗസ്റ്റ് അപ്പിയറൻസിൽ അന്ന് മമ്മൂക്കയും വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സിനിമ പിന്നീട് നമ്മൾ പറഞ്ഞത് കേട്ട് അതാണ് മലയാളത്തിൽ മഹേഷ് നാരായണൻ എടുക്കാൻ പോകുന്നത്. കമലഹാസന് വേണ്ടിയിട്ട് അന്ന് വെച്ചിരുന്ന റോളിലേക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി എന്ന് വെച്ചിരുന്ന റോളിലേക്ക് ലാലേട്ടനും വരുന്നു എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പം ലാലേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഒരു 30 മിനിറ്റിൻ്റെ ഒരു അതിഥി വേഷം എന്ന് പറയുമ്പം ഒരു നിസ്സാര അതിഥി വേഷം അല്ലെന്നും അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്നും നമുക്കറിയാൻ പറ്റും. അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന, ഇപ്പോൾ മമ്മൂക്കയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വേഷമാണെങ്കിൽ, ഇപ്പോൾ കമലഹാസൻ നായകനാവുന്ന സിനിമയ്ക്കകത്ത് ഇപ്പോൾ ലാലേട്ടൻ തമിഴിൽ പോയി അഭിനയിച്ച കണക്കൊന്നും അഭിനയിക്കാൻ മമ്മൂക്ക ഒരിക്കലും തയ്യാറാവത്തില്ല. അപ്പം മമ്മൂക്കയ്ക്ക് അതിഥി വേഷമാണെങ്കിൽ പോലും അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വേഷം ഒരുക്കി വെച്ചാൽ മാത്രമേ മമ്മൂക്ക അത് ചെയ്യത്തുള്ളെന്ന് അതിന് അണിയറ പ്രവർത്തകർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ളൊരു വേഷം ഒരുക്കി വെച്ചിരുന്നത്. ഇതിപ്പോൾ മലയാളത്തിലേക്ക് എടുക്കുമ്പം ആ ഒരു റോളിലേക്കാണ് ലാലേട്ടൻ വരുന്നതെങ്കിൽ നായകന് തുല്യമായിട്ടുള്ള ഒട്ടും ചോരാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു ക്യാരക്ടറായിരിക്കും, നല്ലൊരു റോളായിരിക്കും ലാലേട്ടനും അതിനകത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പം ഇതൊക്കെ കഥ ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ ഒരു മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി ക്ലബ്ബിലെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നുമല്ല. കാര്യം അപ്പം നമുക്ക് ഒരു നല്ല സിനിമ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല സിനിമയിലൂടെ മമ്മൂക്കയും ഒരു 100 കോടി ക്ലബ്ബിലേക്ക് കയറും എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധന എന്നുള്ള രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.